نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? സെറ്റ് അല്ലടാ, ഉഷാറല്ലേ, അടിപൊളിയല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിന്റെ അറബിയുടെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. നിങ്ങൾ ഓക്കെ അല്ലേ? ക്ലാസ് കേൾക്കാൻ വേണ്ടി സെറ്റ് ആയിരിക്കല്ലേ നിങ്ങൾ? ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ലൈക്ക് ബട്ടൺ, എല്ലാവരും വേഗം പോയി ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്ത ആടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ താഴെ ഉണ്ട്, വെറുതെ കൊടുത്താൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, റെഡി? അപ്പൊ മുമ്പത്തെ പരീക്ഷകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് പാർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വരുന്നതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചാനൽ ഉണ്ടാവും. ഉഷാറാക്കിയിട്ട് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യായി. സെറ്റ്. സബ്സ്ക്രൈബ്, ഗോ ആൻഡ് സബ്സ്ക്രൈബ്. യെസ് ഗൈസ്, നമ്മൾ നേരെ പോവാണ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. താഴത്തോടെ നമ്പർ ഇങ്ങനെ പോകുന്നുണ്ട്, 9496544588 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ഓക്കെ, റെഡി? അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എണ്ണങ്ങളാണ്. എണ്ണം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, എണ്ണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പാഠം എന്ന് പറയുന്നത് നമ്മുടെ ഈ പച്ചക്കറികളുടെ ഒക്കെ വിലകൾ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ബാമിയ, ടൊമാറ്റിമ്, ബസല്, ബത്വാത്തിസ്, ജസർ, അതേപോലെ തന്നെ തൂമ്, ഖിയാർ, ഫൂല്, ബാദിൻജാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിലകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എണ്ണം നമ്മൾ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. 1 മുതൽ നമുക്ക് 40 വരെ ഉണ്ടെങ്കിലും എണ്ണം നമുക്ക് അറിഞ്ഞിരിക്കണം. അത് അക്കത്തിൽ എഴുതാനും അക്ഷരത്തിൽ എഴുതാനും നമുക്ക് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സംഭവമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ നേരെ പോവാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പച്ചക്കറികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികളുടെ പേര് നോക്കൂ നിങ്ങൾ. ബസൂല് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? അതേപോലെ തന്നെ ബാമിയ എന്താണ്, ടൊമാറ്റിം എന്താണ്, തൂം എന്താണ്, ജസർ എന്താണ്, ബത്വാത്തിസ് എന്താണ്, ഫൂല് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാദിൻജാൻ എന്താണ്, ഖിയാർ എന്താണ്, അദസ് എന്താണ് അല്ലെ? സവാള, വെണ്ടക്ക, തക്കാളി, അതേപോലെ തന്നെ വെളുത്തുള്ളി, ക്യാരറ്റ്, പൊട്ടാറ്റോ, അതേപോലെ തന്നെ പയർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ, പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം, നിർബന്ധമുള്ള കാര്യമാണ്. വെജിറ്റബിൾസിന്റെ പേരുകളൊക്കെ എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ടാകുമ്പോൾ പിന്നെ ഫ്രൂട്ട്സ് പഠിക്കുന്നത് നിർബന്ധമാണല്ലോ. അപ്പോൾ ഫ്രൂട്ട്സിന്റെ പേര്, പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പോകാത്തവർ ഗോ ആൻഡ് വാച്ച് അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി? അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഫ്രൂട്ട്സിന്റെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ജുവാഫ പേരക്കയാണ്. ബബായ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ ഒരു സാധനം അല്ലെ, നമ്മുടെ കർമൂസ, പപ്പായ എന്നൊക്കെ പറയും. മൗസ് പഴമാണ്. റുമ്മാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഉറുമാൻ പഴമാണ്. തുഫാഹ് ആപ്പിൾ ആണ്. ബിത്വേഹ എന്ന് പറഞ്ഞാൽ അത് വാട്ടർമെലൺ ആണ്. അമ്പജ് എന്ന് പറഞ്ഞാൽ മാംഗോ ആണ്. ഐനബ് എന്ന് പറഞ്ഞാൽ മുന്തിരിയാണ്. അനാനാസ് എന്ന് പറഞ്ഞാൽ കൈതച്ചക്കയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കറിയാം. ഇതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കാം കേട്ടോ. ഫ്രൂട്ട്സിന്റെയും അതേപോലെ തന്നെ വെജിറ്റബിൾസിന്റെയും പേരുകൾ. ഫവാക്കിഹയും ഖളറവാത്തും അല്ലെ. ഫവാക്കിഹ, ഖളറവാത്ത് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ്. ഫവാക്കിഹ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രൂട്ട്സ്. സെറ്റ് ആണോ? റെഡി? അത് പഠിക്കണം കേട്ടോ, നിർബന്ധം. അതേപോലെ തന്നെ അടുത്തതാണ് കളറുകൾ അല്ലെ. നമ്മുടെ ഈ ഒരു കമീസ് അല്ലെ, കമീസുൻ ബുന്നിയുൻ, ബ്രൗൺ കളറാണ് അല്ലെ. ഇതെന്താ, ഇത് ബ്രൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ബുന്നി എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് ഇവിടെ കൊടുത്തത് കൂബുൻ ബുർത്തുക്കാലി. ബുർത്തുക്കാലി എന്ന് പറഞ്ഞാൽ അത് ഓറഞ്ച് ആണ് അല്ലെ. പിന്നെയോ വർദുൻ അഹ്മർ. അഹ്മർ എന്ന് പറഞ്ഞാൽ അത് റെഡ് ആണ്. പിന്നെ ഇത് ഗ്രീൻ ആണ്. കളറുകളടാ, കളറുകൾ എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ് മുതൽ ഞാൻ കളർ പഠിക്കുന്നുണ്ട് അല്ലെ. 1ാം ക്ലാസ് മുതൽ കളർ പഠിക്കുന്നുണ്ട്. 2ാം ക്ലാസ്സിൽ 6 കളറുകൾ പഠിക്കുന്നുണ്ട്. അസ്വദ്, അഹ്മർ, പിന്നെ അബിയദ്, അസ്റഖ്, അഖ്ളർ, അസ്ഫർ, അങ്ങനെ പറഞ്ഞ 6 കളറുകൾ നമ്മൾ 2ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പുതിയതായിട്ട് നമ്മളിപ്പോ ബുർത്തുക്കാലിയും ബുന്നിയും ആണ് പുതിയതായിട്ടുള്ളത്, ബ്രൗണും ഓറഞ്ചും അല്ലെ. അപ്പൊ കളറുകൾ എന്റെ മക്കൾ പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ ഇവിടെ സഅഫറാൻ അല്ലെ, സഅഫറാൻ കളർ നമ്മൾ പുതിയതായിട്ട് പഠിച്ചു. സഅഫറാൻ അല്ലെ, സഅഫറാൻ. പിന്നെ അബിയദ്, അഖ്ളർ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. സഅഫറാൻ അല്ലെ, കുങ്കുമത്തിന്റെ കളർ നമ്മൾ സഅഫറാൻ അല്ലെ. പിന്നെയോ അബിയദ് പഠിച്ചു, അതേപോലെ തന്നെ അഖ്ളർ പഠിച്ചു. മക്കളെ, കളറുകൾ നിർബന്ധമാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അഖ്ളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ അല്ലെ. അഖ്ളർ എന്താണ്, ഗ്രീൻ ആണ്. പിന്നെ അഹ്മർ എന്ന് പറഞ്ഞാൽ അത് റെഡ് ആണ്. അസ്ഫർ എന്ന് പറഞ്ഞാൽ അത് യെല്ലോ കളറാണ്. പിന്നെയോ അബിയദ് എന്ന് പറഞ്ഞാൽ അത് വൈറ്റ് കളറാണ്. പിന്നെയോ അസ്വദ് എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് കളറാണ്. അസ്റഖ് എന്ന് പറഞ്ഞാൽ അത് ബ്ലൂ കളറാണ്. പിന്നെ താഴെ ബുർത്തുക്കാലി എന്ന് പറഞ്ഞാൽ അത് ഓറഞ്ച് കളറാണ്. പിന്നെയോ വർദി എന്ന് പറഞ്ഞാൽ നമുക്കത് പിങ്ക് കളറാണ്. ബുന്നി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ബ്രൗൺ കളറാണ്. ഇത്രയും കളറുകൾ എൻ്റെ മക്കൾ പഠിച്ചിരിക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. കളറുകൾ അധികവും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഈ കളറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ആണോ? അപ്പൊ ഇത്രയും കളറുകൾ എൻ്റെ മക്കൾ പഠിച്ചിരിക്കുക. യെസ് ഗൈസ്, അത് കഴിഞ്ഞിട്ട്
അതേപോലെ കളറ് പറഞ്ഞതുപോലെ ഈ പാഠത്തിലല്ല, അടുത്ത പാഠത്തിൽ, കളിയുടെ പാഠത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ കളികളുടെ പേരുകൾ പഠിക്കുക എന്നുള്ളത് അല്ലേ. ഏതാണ്? ഖുറത്തുൽ ഖദം കൊടുത്തിട്ടുണ്ട് അല്ലേ, പിന്നെയോ ക്രീക്കാറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെയോ അടുത്തത് ഹോക്കി കൊടുത്തിട്ടുണ്ട്, ഖുറത്തു ത്വാഇറ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ രീശത്തു ത്വാഇറ. ഇത്രയും കളികളുടെ പേരുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ഖുറത്തുൽ ഖദം എന്താന്ന് നമുക്കറിയാം, നമ്മൾ അറിയാം അല്ലെ, നമ്മൾ പഠിച്ചതല്ലേ. ക്രീക്കാത്ത് എന്താന്നുള്ളത് നമുക്കറിയാം, ഇല്ലെങ്കിൽ ചിത്രം നോക്കുക. അടുത്തത് ഹോക്കി എന്താന്നുള്ളത് നമുക്കറിയാം. ഖുറത്തു ത്വാഇറ എന്താന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ രീശത്തു ത്വാഇറ എന്താന്നുള്ളത് നമുക്കറിയാം അല്ലെ. പിന്നെ ഖുറത്തു സെല്ലയൊക്കെ പഠിക്കുന്നുണ്ട്, ഖുറത്തു സെല്ല അല്ലെ. അപ്പോ മക്കളെ ഈ ഒരു സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. എന്താണ് ഇതിന്റെ പേര് എന്നൊക്കെ ഉള്ളതെങ്കിലും അറിഞ്ഞു വെക്കുക. മിനിമം അതിന്റെ പേരെന്താന്നുള്ളതെങ്കിലും അറിഞ്ഞു വെക്കുക. ഓക്കെ, റെഡി. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സലാസൂൻ എന്ന് പറഞ്ഞാൽ എത്രയാ? സലാസൂൻ എന്ന് പറഞ്ഞാൽ 30 വാഹിദുൻ വസലാസൂൻ 31, ഇത്നാനി വസലാസൂൻ 32, സലാസത്തും വസലാസൂൻ 33, അർബഅത്തും വസലാസൂൻ 34, ഹംസത്തും വസലാസൂൻ അത് എത്രയാണ്? 35, സിത്തത്തും വസലാസൂൻ 36, സബഅത്തും വസലാസൂൻ 37, സമാനിയത്തും വസലാസൂൻ 38, തിസ്അത്തും വസലാസൂൻ എത്രയാ? 39, അവസാനം അർബഊൻ എന്ന് പറയുന്നത് 40 അല്ലെ. അപ്പോ ഇത് ഈസിയാണ്. സലാസൂൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വാഹിദ് നമുക്കറിയാം, 1 വാഹിദുൻ വസലാസൂൻ 31, ഇത്നാനി വസലാസൂൻ 32, സലാസത്തും വസലാസൂൻ 33, അർബഅത്തുൻ വസലാസൂൻ 34, ഖംസത്തും വസലാസൂൻ 35, സിത്തത്തും വസലാസൂൻ 36, സബഅത്തും വസലാസൂൻ 37, പിന്നെയോ സമാനും വസലാസൂൻ അല്ലെ, സമാനിയത്ത് വസലാസൂൻ 38, തിസ്അത വസലാസൂൻ 39, അർബഊൻ എന്ന് പറഞ്ഞാൽ 40. അങ്ങനെയാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെ. ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മളോട്? എണ്ണം നിങ്ങൾ പഠിച്ചോളി, എണ്ണ അധികവും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് വാഹിദും വസലാസൂൻ. അടുത്തത് ഈ എണ്ണം അക്കത്തിലും അക്ഷരത്തിലും നമുക്ക് അറബിയിൽ എണ്ണം എഴുതാൻ അറിയണം, അത് നിർബന്ധമുള്ള കാര്യമാണ്, അത് പഠിക്കണം. അപ്പൊ 34 എങ്ങനെയാ എഴുതുക എന്നുള്ളതാണ്. ഈസിയിലാണ് നമുക്ക് എഴുതാം അല്ലെ. അർബഅത്തുൻ വസലാസൂൻ നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത് ഇവിടെ സിത്തത്തും വസലാസൂൻ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ആദ്യം സലാസൂൻ എഴുതുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? വാഹിദ് ഇസ്നാൻ സിത്ത അറിഞ്ഞൂടെ? വാഹിദ് ഇസ്നാൻ സലാസ അർബഅ ഖംസ സിത്ത സബ്അ സമാനിയ തിസ്അ അശറ. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞൂടെ? അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്? സിത്ത എഴുതി കൊടുത്ത്. അടുത്തത് 39 39 എത്രയാ? തിസ്അത്തും വസലാസൂൻ. അടുത്തതോ ഇത്നാനി വഇശ്റൂൻ ആണ്. പിന്നെയോ ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ മക്കളെ നമ്മൾ ഇതിൽ കൂടെ ഇതന്നെ ചെയ്ത് പഠിച്ചോളൂ നിങ്ങൾ. ഇതിൽ കൂടെ ഒക്കെ നമ്മൾ ഈ പറയുന്ന കണക്കുകൾ ഉണ്ടല്ലോ, പറയുന്ന എണ്ണങ്ങൾ, കണക്ക് പറയുമ്പോൾ എണ്ണങ്ങൾ 1 മുതൽ 40 വരെയുള്ള എണ്ണങ്ങൾ, അത് നമ്മളോട് അക്ഷരത്തിൽ ചോദിച്ചാലും അക്കത്തിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ അറിയണം എന്നുള്ള കാര്യം നിർബന്ധം. അത് കഴിഞ്ഞ് അടുത്തലേക്ക് പോകണം. ലയണൽ മെസ്സിയുടെ ഒരു കഥ പറയുന്നുണ്ട് അല്ലെ. ഇതേപോലെ ഏതെങ്കിലും ഒരു ഫുട്ബോളുടെ കഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിക്കറ്ററുടെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോക്കി കളിക്കാരുടെയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിക്കാരുടെ ഒരു സ്പോർട്സിന്റെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കഥ തന്നിട്ട് നമ്മളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ ഓർഡർ ആക്കി എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ മെസ്സിയുടെ കാനഫി ഖറിയത്തിൻ വലതും യുഹിബ്ബു ഖുറത്തുൽ ഖദം അല്ലേ, അവിടെ നാട്ടില് ഫുട്ബോൾ നല്ല ഇഷ്ടമുള്ള ഒരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു അല്ലെ. വക്കാന യൽഅബു അസ്തിഖാഹി ഫി മദീനത്തി റൊസാരിയോ എന്നായിരുന്നു എന്ത് ചെയ്യുന്നത്, ആ കൂട്ടുകാരുടെ ഒപ്പം അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അസ്വാബഹു മർദും ഫി സിന്നിഹി താമിൻ, 8 വയസ്സിൽ അവർക്ക് എന്ത് ചെയ്തു, ഒരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. വലാകിൻ മാ തറക്കൽ ലഅബ്, എന്നിട്ടും കളിയൊന്നും എന്ത് ചെയ്തിട്ടില്ല, കളിനെ ഒന്നും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഭയങ്കര കളിക്കാരനായി, ലോകം മുഴുവൻ അറിയുന്ന അല്ലെ. ഖത്തറില് അർജന്റീനന്റെ ക്യാപ്റ്റൻ ആയിട്ട് അല്ലെ. ഓക്കെ, ഏത് വേൾഡ് കപ്പിൽ അല്ലെ. യെസ്, വേൾഡ് കപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹൽ തഅരിഫൂന മൻ ഹുവ ലയണൽ മെസ്സി, നിങ്ങൾക്ക് അറിയോ ധാരാ ലയണൽ മെസ്സി ആണ് അല്ലെ. ഇതേപോലെ കഥകൾ തന്നിട്ട് എന്താ നമുക്ക് ഉണ്ടാവുക, ഇങ്ങനെ ഓർഡർ ആക്കാനുണ്ടാവും അല്ലെ. ഇത് ഓർഡർ ആക്കേണ്ടി ഏതാ? കാന ഫീ ഖറിയത്തി വലദുൻ ഫഖീറുൻ ഇസ്മുഹു ദാനിഷ് അല്ലെ, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തതോ
രണ്ട് ഇത് കൊടുക്കാം അല്ലെ, രണ്ട് യുഹിബ്ബു ദാനിഷുൻ അല്ലെ, രണ്ട് അറബിയിൽ എഴുതാം, രണ്ട് ഇത് കൊടുക്കാം. യുഹിബ്ബു ദാനിഷ് ക്രിക്കറ്റ് മുന്ദു സുഅരിഹി. പിന്നെ അടുത്തതോ, അടുത്തതാ ലഇബമായ അസ്തിഖാഹി ല്ലേ, കൂട്ടുകാരുടെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയോ അസ്വാബഹു അവർക്കും ഒരു രോഗം വന്നിട്ടുണ്ട്, അത് 5, 4 കൊടുക്കാം, ഇത് 5. സ്വാറ ലഇബൻ മഅറൂഫൻ. ഇതേപോലെ നിങ്ങളോട് എന്ത് ചെയ്യാം, നിങ്ങളോടും ചോദിക്കാം, ഇങ്ങനെയുള്ള ഡിസോർഡർ ആക്കി തന്നിട്ട് അത് ഓർഡർ ആക്കിയിട്ട് എഴുതാനൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അതേപോലെ ഒരു ചോദ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അത് കാണാത്തവരൊക്കെ പോയി കാണും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിച്ച് അറബി പരീക്ഷ പോയിട്ട് എഴുതി. അറബി പരീക്ഷ സിമ്പിളായിട്ട് പോയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാമാണ് അറബി. അറബിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് സംഭവങ്ങളൊന്നും നമുക്ക് എഴുതി വെക്കണ്ട. അറിയുന്ന കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് നന്നായിട്ട് പഠിച്ചെഴുതിയാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ മക്കളൊക്കെ പോയിട്ട് സെറ്റായിട്ട് പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് വാ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ടാറ്റാണോ ഇവിടെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ പറയും, ചെയ്തേ. ഓക്കെ, ബൈ, ടാറ്റ.